2 വർഷം മുൻപാണ് 50-കാരിയായ ഈ വീട്ടമ്മയ്ക്ക് സ്തനാർബുദം സ്ഥിരീകരിച്ചത്. തുടർന്ന് നടന്ന ചികിത്സയ്ക്കായി കൂലിപ്പണിയെടുത്ത് കിട്ടിയ സമ്പാദ്യം മുഴുവൻ ചിലവഴിച്ചു. ഹൃദ്രോഗിയായ ഭർത്താവ് സോമന്റെ ആരോഗ്യനിലയും പരിതാപകരമാണ്. ദിനംപ്രതി 1000 രൂപയോളമാണ് കൊച്ചുമോൾക്ക് മരുന്നുകൾക്കായി ചിലവഴിക്കേണ്ടി വരിക. ഇതെടുത്ത് കളഞ്ഞതാണ്. രണ്ടാമത് ഇപ്പം വന്ന് ഇപ്പം റേഡിയേഷനും ചെയ്ത് കീമോ ഒക്കെ ചെയ്തിട്ട് യാതൊരു കുറവുമില്ല. ഇപ്പോൾ ചെന്നത് സെപ്റ്റംബർ 19-ാം തീയതി 3 ലക്ഷം രൂപയോളം ആവുക ഈ അസുഖത്തിൻ്റെ ചികിത്സ ചെയ്ത് മാറ്റാൻ. എന്നാലേ ഇത് മാറത്തോളം എന്ന് പറഞ്ഞു. ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇതിനായിട്ട് വന്നത്. അല്ലാതെ സഹായിക്കാനൊന്നും ആരുമില്ല. ഒരു മാസമല്ല, അവർ പറയുന്ന സമയങ്ങളെല്ലാം ചെല്ലുമ്പോഴേ 6000-7000 രൂപ ഇതൊക്കെ ആവും. ടെസ്റ്റിനും മരുന്നിനും എല്ലാത്തിനും കൂടെ. അല്ലാതെ അതൊന്നും എപ്പോഴും അതിന് ചികിത്സിക്കാനുള്ള നിവൃത്തിയില്ല. നമ്മൾ പുറംപോക്കിലാണ് താമസിക്കുന്നത്. അപ്പം ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ഇതിൽ നോക്കാമെന്ന് വിചാരിച്ചതാണ്. വിദഗ്ധ ചികിത്സ നൽകിയാൽ കൊച്ചുമോളെ രക്ഷിക്കാനാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ ഇതിന് 3 ലക്ഷം രൂപയോളം ചിലവാകും. ദൈനംദിന ചിലവുകൾക്ക് പോലും അയൽക്കാരെ ആശ്രയിക്കേണ്ടി വരുന്ന ഇവർ നന്മയുള്ള മനസ്സുകളുടെ സഹായം തേടുകയാണിപ്പോൾ. അതിനായി സഹോദരി വത്സലയുടെ പേരിൽ 3614020107046227 എന്ന നമ്പറിൽ അക്കൗണ്ടും തുറന്നിട്ടുണ്ട്.